അവിടെ എന്ത് എഴുതിയിരിക്കുന്നത്? ഉടമ്പടിയുടെ കണ്ടന്റ് അവിടെ ഉണ്ട്. എന്താണ്? സങ്കീർത്തനം 81:13 എൻ്റെ ജനം എന്ന് പറഞ്ഞ് എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ എൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ അതിവേഗം അവരുടെ വൈരികളെ കീഴ്പ്പെടുത്തുമായിരുന്നു. അതിവേഗം എന്ന് പറഞ്ഞ ടൈം ഷോർട്ടനിങ് വരണത് എങ്ങനെയാണ്? ഉടമ്പടി പ്രകാരമാണ്. എന്താണ്? എൻ്റെ ജനം എന്ന് പറഞ്ഞ് എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ എൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ എന്നുവെച്ചാൽ അർത്ഥം എന്താണ്? അവൻ പറയണത് പോലെ ചെയ്തിരുന്നെങ്കിൽ. കൈയടിച്ച് കർത്താവിനെ എന്താ അച്ഛൻ ഉദ്ദേശിക്കുന്നത് കൂടി നിങ്ങൾ അറിയണം. ആരാധനയാണ് നടക്കുന്നത് ഇവിടെ. ഈശോയാണ് ഇതിൻ്റെ പരമാധ്യക്ഷനായിട്ടുള്ളത്. ഈ ചെയർ എപ്പോഴും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഈശോയുടെ ഈ ശുശ്രൂഷയെ ഈശോയുടെ സാന്നിധ്യമായിട്ട് കണക്ട് ചെയ്യണത്. ഇടയ്ക്ക് പറയുന്ന ഈ സുഹൃത ജപങ്ങളാണ്, പരിശുദ്ധ പരമദിവ്യക്ക. അപ്പം നിങ്ങൾ കൈ നെഞ്ചത്ത് വെച്ചത് തന്നെ പറയണത്, അല്ല ചുമ്മാ ഇങ്ങനെ സ്റ്റാച്ചു അവർ ചെയ്ത പരമദിവ്യ കാരണത്തിന് എങ്ങനെ പറയരുത്. നിങ്ങളപ്പോൾ ഇവിടെ ഇല്ലെന്ന് അർത്ഥം. നിങ്ങളിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോഴേ. അതായത് നമ്മുടെ ശുശ്രൂഷയെ, ഉടമ്പടി ധ്യാനത്തെ ആരാധനയുമായിട്ട് ലിങ്ക് ചെയ്യണത് ഈ ഒരു സുഹൃത ജപമാണ്. ഗ്രീനി ബ്ലെസൻ്റ് എന്ന് പറഞ്ഞൊരു നേഴ്സ് ഈ ദിവസം സാക്ഷ്യം പറയും. ഗ്രീനി ബ്ലെസൻ്റ് അവർ പാലായവിടെയുള്ള അവരുടെ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത, അവരിതുപോലെ കുറച്ച് ഏജ് നമുക്കറിയാമല്ലോ, അവർക്ക് 10-50 വയസ്സുണ്ട്. അപ്പോൾ അവർക്ക് ഇതുപോലെയുള്ള വിദേശത്തേക്ക് പോകാനുള്ള ഇൻ്റർവ്യൂവിന് പോവുകയാണ്. പക്ഷേ ഈ ഇൻ്റർവ്യൂ അവർക്ക് അത്രയ്ക്ക് അതിനകത്ത് സ്കോപ്പില്ല. സച്ച് ആൻഡ് സച്ച് റീസൺസ് ഇല്ലാതെ അവർക്ക് ചെറിയ ടെൻഷനുണ്ട്. അപ്പോൾ അവർ ഗൂഗിളിൽ പ്രോഗ്രാം ചെയ്തിട്ട് അവർ തൊടുപുഴ വഴി അവരുടെ ഇൻ്റർവ്യൂ കൗണ്ടറിലേക്ക് പോവുകയാണ്. എറണാകുളത്തെ ഇൻ്റർവ്യൂ കൗണ്ടർ പാലായിൽ നിന്ന് തൊടുപുഴ വഴി ഗൂഗിൾ മാപ്പ് കറക്റ്റ് ചെയ്തിട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് അവർ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കാറ് ആലപ്പുഴ വഴി വരുന്നു. അത് നല്ല സാക്ഷികൾ കേൾക്കാൻ. അവർ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ വഴി എറണാകുളത്ത് പോകാനാണ് ഗൂഗിളിൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ അവർ ഒരു സെക്കൻഡ് നോക്കുമ്പോൾ കാറ് ചങ്ങനാശ്ശേരി റൂട്ടിലാണ് വരണത്. അപ്പോൾ കുറേ ഇങ്ങനെ ഓടിപ്പോയി ഇങ്ങോട്ട്. അപ്പോഴവർക്ക് അവർ കൂടെ നിന്ന് ഡ്രൈവർ പറയും, ഡ്രൈവറോ ഭർത്താവോ ആരും അവർ വണ്ടി ഓടിക്കുന്ന കക്ഷി, ഇതെന്ത് ഇപ്പോൾ വണ്ടി ഇങ്ങനെയല്ല പോണതെന്ന് ചോദിക്കുക. അപ്പോഴും ഉടനെ ഇവർ തിരിച്ചു പറഞ്ഞ മറുപടി കറക്റ്റാണ്. അത് അമ്മയെടുത്ത് ചെന്നിട്ട് പോകാനായിരിക്കും അമ്മ ആഗ്രഹിക്കുന്നത്. ആ വിശ്വാസത്തിൻ്റെ റെസ്പോൺസാണ് പ്രശ്നം. അത് ആലപ്പുഴ വഴി ഇപ്പം നമ്മൾ തൊടുപുഴ വഴി മൂവാറ്റുപുഴ വഴി പോകാനല്ലേ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ആലപ്പുഴ വഴിയാണ് ഗൂഗിള് നമ്മൾ അങ്ങനെയല്ല പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. വണ്ടി ആലപ്പുഴയ്ക്ക് വഴിയാണ് പോകണമെന്നുണ്ടെങ്കിൽ ഇത് അമ്മയെടുത്ത് ചെന്നിട്ട് പോകാനായിരിക്കും അമ്മ ഉദ്ദേശിക്കുന്നത്. ഇത് വലിയൊരു അനുഗ്രഹമാണ്, നമുക്ക് ആ വഴി പോകാമെന്ന് പറഞ്ഞിട്ട് അവരിവിടെ 7:15 7:30 ഇവിടെ ലാൻഡ് ചെയ്യും. എന്നിട്ട് അമ്മയുടെ അമ്മ ഇൻ്റർവ്യൂവിന് പോവുകയാണ്, സ്കോപ്പില്ലെന്ന് പറയും. എന്നുവെച്ചാൽ എൻ്റെ അർത്ഥം മെറിറ്റില്ലെന്ന് എൻ്റെ അർത്ഥം. അവർക്ക് ഏജിൻ്റെ പ്രോബ്ലം ഉണ്ട്, വേറെ കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. മെറിറ്റില്ലെന്ന് എൻ്റെ അർത്ഥം. മെറിറ്റില്ലെങ്കിൽ പിന്നെ ഉള്ള സ്കോപ്പ് എന്താണ്? ഗ്രേസാണ് സ്കോപ്പ്. അത് നിങ്ങളിത് ടെക്നിക്കൽ എപ്പോഴും അച്ഛൻ പറയും, ഇത് മെറിറ്റിലല്ല വർക്ക് ചെയ്യണമെന്ന് പറയും. നമ്മുടെ ജീവിതത്തിൻ്റെ കുറേയധികം കാര്യങ്ങൾ മെറിറ്റിലാണ് വർക്ക് ചെയ്യണത്. പക്ഷേ ദൈവത്തിനോടുള്ള ഇടപെടലിൻ്റെ എല്ലാവിധ ഇക്വേഷൻസും എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇത് ഉടമ്പടി എടുക്കുന്നവർ കാണാതെ പഠിക്കാതെ നിവർത്തിയില്ല. കാര്യം ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ബേസിക് പ്രിൻസിപ്പിളാണ്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ Ephesians 2:8 അതെല്ലാ ധ്യാനത്തിലും ഞാൻ പറയും. എന്താ കാര്യത്തിൽ കഴിഞ്ഞാൽ ഈ ധ്യാനം ചിലപ്പോഴും ആദ്യമായിട്ടും കൂടുന്ന ആൾക്കാരുണ്ടാവും. ഉടമ്പടി വന്നിട്ടില്ല, ആലപ്പുഴ വന്നിട്ടില്ല, കേരളത്തിൽ പോലും വന്ന് കാണത്തില്ല. പക്ഷേ ധ്യാനം കൂടുന്നവരുണ്ടാവും. മലയാളികൾ, കേരളത്തിലില്ലാത്ത എത്രയോ മലയാളികളുണ്ട്. പക്ഷേ അവരൊക്കെ ചിലപ്പോൾ ഈ ധ്യാനം കൂടുമ്പോൾ ഉടമ്പടി എന്താണെന്ന് അറിയാൻ വേണ്ടി അതിൻ്റെ ബേസിക് എല്ലാപ്പോഴും ഞാൻ പറയും. മനഃപൂർവ്വം പറയണതല്ല, പറഞ്ഞു വരുമ്പോൾ ഈശോ അത് പുട്ടിൻ്റെ പൊടി പോലെ ഇട്ട് തരണത് നമുക്ക്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അപ്പം മെറിറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഡൗൺ ആകരുത്.
മെറിറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗമേ മാത്രമേ പോയിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ദൈവത്തിൻ്റെ ഭാഗമുണ്ട്, അത് ഗ്രേസാണ്. എഫെസ്യസ് 2:8 എന്താ പറയണത്? നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്നാണ്. അപ്പോൾ ഈ കൃപ എങ്ങനെ ആർജിക്കാൻ പറ്റും? കൃപ എങ്ങനെയാണ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റണത്? കൃപ എങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റും? അതിന് നമ്മൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള കാര്യമാണ് ഉടമ്പടിയിൽ അപ്ഡേഷൻ വരണത്. മറ്റേ നിങ്ങളുടെ മെറിറ്റിൻ്റെ കാര്യത്തിൽ അപ്ഡേഷൻസിൻ്റെ ആവശ്യമില്ല. അത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റാണ്. ചിലപ്പോൾ നിങ്ങളുടെ 90% മാർക്ക് നിങ്ങളുടെ മെറിറ്റാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയോറിറ്റി നിങ്ങളുടെ മെറിറ്റാണ്. പക്ഷേ ഉടമ്പടി ഫോക്കസ് ചെയ്യേണ്ടത് മെറിറ്റിലല്ല, ഗ്രേസിലാണ്. അതുകൊണ്ട് ചില കുഞ്ഞുങ്ങളെ പറഞ്ഞാൽ അച്ഛാ ഒന്നും മനസ്സിലായിട്ടില്ല അച്ഛാ, ഞാൻ എല്ലാ പരീക്ഷയും പോയെന്ന്. സ്പീക്കിങ്ങിൻ്റെ അത് പോയി, എനിക്കറിയാവുന്നത് കയ്യിൽ നിന്ന് പോയെന്നറിയാം. സ്പീക്കിങ് പോയി, പിന്നെ റീഡിങ് പോയി, എല്ലാം പോയി. പൈസയും ഇല്ല. ഞാൻ ഭർത്താവിനോട് അവസാനത്തെ കാശ്, ഇനി ഞാൻ നിങ്ങളെ കാശ് മേടിക്കാൻ വേണ്ടി നിങ്ങളെ ബുദ്ധിമുട്ടിക്കത്തില്ല, ഇതെൻ്റെ ലാസ്റ്റ് ചാൻസാണ്, ഒരു ചാൻസ് കൂടി എനിക്ക് തരാൻ പറഞ്ഞ് ഭർത്താവിനോട് കാശ്, OITയുടെ കാശ് ലാസ്റ്റ് മേടിക്കണം. അവരോട് വന്ന് നമ്മുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ടിരിക്കണ കാണാം. ഇത് അതുകൊണ്ടാണ് ഞാൻ ഈ എമർജൻസി കേസെല്ലാം എടുക്കണം. എൻ്റെ കാര്യം അതാണ്. എല്ലാ എമർജൻസി ആണെന്ന് കണ്ടാൽ അതിൻ്റെ ഒബ്ജക്റ്റിവിറ്റി ഉണ്ട്, വസ്തുനിഷ്ഠമായ കാര്യമാണ്, എനിക്ക് ഡോക്യുമെൻ്റ് ഉണ്ടെന്ന് കഴിഞ്ഞാൽ അച്ഛനെടുക്കും. അതിന് ഞാൻ വെച്ചുകൊണ്ടിരിക്കത്തില്ല. അവർ ഒരു ദിവസം പോലും വെച്ചുകൊണ്ടിരിക്കത്തില്ല. ഞായറാഴ്ച പിന്നെ ആരെയും കാണത്തില്ലെന്ന് ഞാൻ നേരത്തെ അനൗൺസ് ചെയ്തിട്ടുള്ളതാണ്. ഞായറാഴ്ച മാത്രമേ ഈ ധ്യാനം നിൽക്കുന്ന കാരണം ധ്യാനം കഴിയുമ്പോൾ ഞാൻ ഭയങ്കരമായി ടയർഡായി പോകും. ഈ കാണുന്ന കാഴ്ചയല്ല, ഇത് ശുശ്രൂഷയായ കാരണം അതിൻ്റെ പവർ എമിറ്റിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു സിസ്റ്റവും വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ ദിവസവും ഇപ്പോൾ ഇന്നലെയൊക്കെ ഇതിൻ്റെ 3 ഇരട്ടി ആളല്ലേ ഇവിടെ. അപ്പോൾ 10-700 ഉടമ്പടിയാണ് ഇന്നലെ നടന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഇതന്നെ അവസ്ഥ. പക്ഷേ എല്ലാ ദിവസവും ഞാൻ നിൽക്കും. എല്ലാ ദിവസവും നിൽക്കുമ്പോൾ എന്താ, ഈ എമർജൻസി കേസ് എടുക്കാൻ വേണ്ടി നിൽക്കണതാണ്. എമർജൻസി അവിടെ കയ്യിൽ നിന്ന് വിട്ടുപോയി, ഇനി അമ്മയുടെ കയ്യിലാണ് ഉള്ളത് ഈ സംഭവം. അപ്പോൾ അവർക്ക് ഞാൻ എൻ്റെ വഴികളൊക്കെ പറഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞു, മക്കളെ പരീക്ഷ പൊട്ടിയാന്ന് ഞാൻ പറഞ്ഞു, പൊട്ടിയിട്ടില്ല. ആരാ പറയണത്? നിനക്ക് എഴുതാൻ കഴിഞ്ഞില്ല എന്നല്ലേ പ്രശ്നമേ ഉള്ളൂ. അതിൻ്റെ മെറിറ്റാണ് പോയിരിക്കുന്നത്. ഗ്രേസിൻ്റെ ചാൻസ് ഉണ്ടല്ലോ, ഗ്രേസിൻ്റെ ചാൻസ് ഇല്ലേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി. ഓരോ സാക്ഷ്യം ഓർത്തോർത്ത് പറയുക. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലിസി മലപ്പുറം ഇടവക അവിടെ നിന്നൊരു സാക്ഷ്യമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ ഈ ലിസി ചേച്ചി കുറേ സാക്ഷ്യം പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒരു സാക്ഷ്യമാണ് ഞാൻ പിക്കപ്പ് ചെയ്തിരിക്കുന്നത്. അവരുടെ ഒരു മകളുണ്ട്. അവരുടെ മകള് IELTS അവൾ എഴുതി തോക്കും. തോറ്റ് കഴിയുമ്പോൾ ഒന്നാമത് തോക്കും, പിന്നെ രണ്ടാമത് എഴുതും, അത് തോക്കും, പിന്നെ മൂന്നാമത് എഴുതും, അത് തോക്കും. അപ്പോൾ രണ്ടാമത് എഴുതി തോക്കുമ്പോൾ ഇവർ ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് മൂന്നാമത് എഴുതി അത് തോക്കും, നാലാമത് എഴുതി അത് തോക്കും. അത് തോക്കുമ്പോൾ ഇവളുടെ ഈ അമ്മയ്ക്ക് ഭയങ്കര വിഷമമാണ്. ഇവളുടെ വിശ്വാസം എല്ലാം പോവുക. ഉടമ്പടി എടുത്തിട്ടും അവൾ ഉടമ്പടി IELTS തോറ്റല്ലോ എന്ന്. അപ്പോൾ അമ്മ ചോദിക്കും ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ പറയും എനിക്ക് ത്രില്ലാണെന്ന് പറയും. എന്താണ് തോറ്റതിൻ്റെ ത്രില്ലേ? ഇത് ഫസ്റ്റ് ടൈം ഐ ആം ഹിയറിങ് ഇറ്റ്. തോക്കുമ്പോൾ നമുക്ക് ഡൗണായി ഡിപ്രസ്ഡായി പോകണമല്ലേ ആൾക്കാർ സാധാരണ ചെയ്യണത്. അപ്പോൾ അമ്മ ചോദിക്കണത് നീ ഓക്കെ അല്ലേന്ന് ചോദിക്കണ എന്താ കാര്യം? എന്താണ് നിനക്ക് വിശ്വാസം വല്ലതും പോയാ എന്നതിൻ്റെ അർത്ഥം. അമ്മമാർക്ക് ഉൾക്കണ്ടയാണല്ലോ. മക്കളുടെ വിശ്വാസം എന്ന് പറയുന്നത് അവർക്ക് എന്തെങ്കിലും ഒന്നും നടന്നില്ലെങ്കിൽ അപ്പം തന്നെ പ്രാർത്ഥനയും പോയി പള്ളിയും പോയി എല്ലാം പോകുന്ന ഒരവസ്ഥയാണ്. അത് പുതിയ ആൾക്കാരുടെ ഒരു അവസ്ഥയാണത്. എന്തായിക്കോട്ടെ. പക്ഷേ അപ്പോൾ അതുകൊണ്ട് അമ്മയൊക്കെ നീ ഓക്കെ അല്ലേ? അപ്പോൾ നാലാമത്തെ പ്രാവശ്യം തോറ്റതുകൊണ്ടാണ് ചോദിക്കണത്. അപ്പോൾ പറയും എനിക്ക് ത്രില്ലാണ് ഇനി എഴുതാനെന്ന്. അപ്പോൾ അമ്മ പറയും നീ എഴുതണ്ടെന്ന് പറയും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എഴുതണമെന്ന് പറയാൻ കാര്യം ഇവരോട് അമ്മ പറയും ഇനി അവളെ കൊണ്ട് എഴുതിക്കേണ്ടെന്ന് പറയും. എന്താ കാര്യം? ഉള്ളതിൽ തന്നെ അവൾ എഴുതി വച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധ അമ്മ ഇവൾക്ക് മറുപടി കൊടുക്കും. എന്താണ്? ഇനി എഴുതണ്ട, ഇനി റീവാലുവേഷൻ കൊടുത്ത് കൊച്ച് ചിന്തിച്ചിട്ടില്ല, മോള് ചിന്തിച്ചിട്ടില്ല. അമ്മ അവളോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇനി നീ എഴുതത്തില്ല. കാര്യം എന്താണ്? അമ്മ നിന്നെ ജയിപ്പിക്കും. എന്താ കാര്യം? നമ്മൾ റീവാലുവേഷൻ കൊടുക്കും. അപ്പോൾ റീവാലുവേഷൻ കൊടുക്കുമ്പോൾ പറയും റീവാലുവേഷൻ കൊടുക്കുമ്പോഴും എഴുതിയ കാൻഡിഡേറ്റിന് ഒരു കാൽക്കുലേഷൻ ഉണ്ടാകുമല്ലോ.
ഇന്ന കൊണ്ട് മാർക്ക് കുറഞ്ഞു പോയി ചിലപ്പോൾ കമ്പ്യൂട്ടർ ചെയ്ത വിഷയമായിരിക്കും, ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. അവർക്കങ്ങനെ ഒരു സാധ്യതയില്ല. റീവാലുവേഷൻ ഒരു സാധ്യത കാൻഡിഡേറ്റിനില്ല. പിന്നെ കുട്ടിയുടെ അമ്മയ്ക്കാണ് റീവാലുവേഷൻ്റെ സാധ്യതയുള്ളത്. അത് മെറിറ്റല്ല, പിന്നെ എന്താണ്? ഗ്രേസാണ്. എന്താണ്? പരിശുദ്ധ അമ്മ റീവാലുവേറ്റ് ചെയ്യുമെന്ന് അതിൻ്റെ അർത്ഥം. ഈ സാക്ഷ്യത്തിൽ വർക്കൗട്ട് ചെയ്തിരിക്കുന്ന പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജോഷുവ 1:9 ഒന്ന് വായിച്ചോളൂ. ജോഷുവ 1:9, അതുപോലെ തന്നെ നിയമാവർത്തനം 31:6, കുറേ വാഗ്ദാനങ്ങളെ ഈ ഒരു സാക്ഷ്യത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ത്രില്ലടിക്കണത്. വാസ്തവത്തിൽ അവർ പറയുന്ന ത്രില്ല് പിന്നെ ബിബ്ലിക്കലായിട്ട് ത്രില്ലല്ല, അത് വേറൊരു സബ്ജക്റ്റാണ്. അവർക്ക് ബിബ്ലിക്കലായിട്ട് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് മലയാളത്തിൽ അവർ ഇംഗ്ലീഷിൽ അവർ ത്രില്ലെന്ന് പറഞ്ഞത്. പക്ഷേ ത്രില്ലല്ല, അത് സ്വാഭാവികമായിട്ട് നമുക്കൊരു പരാജയം സംഭവിക്കുമ്പോൾ, നമുക്കൊരു ഉറ്റവർ രോഗിയായി മാറുമ്പോൾ പെട്ടെന്ന് ദൈവം നമ്മുടെ തകർന്നു പോയ മനസ്സിലേക്ക് റീഫോർമാറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയുണ്ട്. അതിനാണ് ഈ അഭിഷേകം എന്ന് പറയുന്നത്. നമ്മുടെ മൈൻഡ് സെറ്റ് റീഫോർമാറ്റ് ചെയ്യും. അതിനാണ് ഈ അഭിഷേകം എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു, എപ്പോൾ സംഭവിക്കുന്നു, അത് പറയുന്നത് ജോഷുവ 1:9 പിന്നെ നിയമാവർത്തനത്തിൻ്റെ 31:6. ലെറ്റ് കം ടു ദി ടെസ്റ്റ്. വായിച്ചോളൂ. ജോഷുവ 1:9. ശക്തനും ധീരനുമായിരിക്കണം. പറഞ്ഞോളൂ. ശക്തനും ധീരനുമായിരിക്കുക. ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അതൊന്ന് ആവർത്തിച്ച് പറഞ്ഞേ. നിന്റെ ദൈവമായ കർത്താവ്. കൈ ചുരുട്ടിക്കൊണ്ട് പറഞ്ഞേ. നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടി ഉണ്ടായിരിക്കും. ശ്രുതികട്ടെ. ധീരരുമായിരിക്കുവിൻ, ഭയപ്പെടേണ്ട, അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്. അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല. നിയമാവർത്തനം 31:6. ഇതെല്ലാം വരുന്നത് നിന്റെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്. ഒന്ന് പറഞ്ഞേ. കർത്താവാണ് കൂടെ വരുന്നത്. ദൈവമാണ് കൂടെ വരുന്നതെന്നുള്ളത് ഉടമ്പടിയുടെ മാത്രം പാക്കേജാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അത് എന്തുകൊണ്ട് ഇപ്പം അവർ പറഞ്ഞത് 4ാമത്തെ പ്രാവശ്യം IELTS തോറ്റപ്പോഴും അവർക്ക് കെട്ടിത്തൊങ്ങാൻ കയറെടുത്തെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ത്രില്ലടിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് വ്യത്യാസം. ഇതാണ് മനസ്സിലായോ? പരീക്ഷയൊക്കെ നോക്കുമ്പോൾ പിള്ളേർ ആത്മഹത്യയല്ലേ ചെയ്യണത്. അതാണ് ലോകവും ഇതും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് തോറ്റ കുട്ടി അവർ പറഞ്ഞ ത്രില്ലടിച്ചതെന്ന് പറയുമ്പോൾ അവർക്കത് പറയാൻ അറിയാൻ പാടില്ലാതിരാണ്. അവരുടെ എന്താ സംഭവിച്ചിരിക്കണത്? അവർക്ക് അഭിഷേകം കിട്ടിയിരിക്കുകയാണ്. ഇനിയൊരു 10 IELTS കൂടി എഴുതാനുള്ള ബാല്യമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ചങ്കൂറ്റം വന്നിരിക്കുകയാണ്. ആത്മീയ ചങ്കൂറ്റം. ഈ ആത്മീയ ചങ്കൂറ്റം വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. ദൈവപൈതലേ, നീ ഉടമ്പടി എടുക്കുമ്പോൾ നീ എന്തിൻ്റെ ഭാഗമാകുന്നു? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ ഭാഗമാകുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിനക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വേറെ ഏത് പ്രാർത്ഥനാ രൂപമുള്ളത്? എക്സെപ്റ്റ് ദ കവനൻ്റ് അല്ലാതെ. വൈ കവനൻ്റ്? എന്തുകൊണ്ട് കവനൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മറുപടി ഇതാണ്. എന്താ കാര്യം? ദൈവത്തിൻ്റെ സാന്നിധ്യം വാഗ്ദാനം ചെയ്യുന്നത് കവനൻ്റ് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പരിശുദ്ധ കുർബാനയെ സാന്നിധ്യമില്ലേ? വൈ ഡൗട്ട്? എന്താ കാര്യം? ബിക്കോസ് ഹോളി ക്രൂസ് ഇസ് എ കവനൻ്റ്. പരിശുദ്ധ കുർബാന എന്താണ്? കവനൻ്റ് മാത്രമേ സാന്നിധ്യം കൊടുക്കുന്നുള്ളൂ. ബാക്കി അതായത് ഇപ്പോൾ ഈ കുട്ടിക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ കുട്ടിക്ക് ദൈവസാന്നിധ്യം വന്നതാണ്. അവരെന്താ പറയണത്? എനിക്ക് ത്രില്ലാണ് ഒന്നുകൂടി എഴുതാൻ. അതായത് അവർക്ക് ശക്തി കിട്ടിയിരിക്കുന്നു, ധൈര്യം കിട്ടിയിരിക്കുന്നു. അതാണ് ജോഷുവ 1:9. അവർക്ക് ശക്തി കിട്ടിയിരിക്കുന്നു, ധൈര്യം കിട്ടിയിരിക്കുന്നു. പിന്നെ എന്താ കാരണം? ദൈവമായ കർത്താവാണ് കൂടെ വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് ആ ഭവനത്തിൽ, ആ വ്യക്തിയിൽ
ദൈവത്തിൻ്റെ സാന്നിധ്യം കുടികൊള്ളുമ്പോഴാണ് അവർക്ക് ശക്തി ലഭിക്കണത്, അവർക്ക് ധൈര്യം കിട്ടണത്. ആ കുട്ടിക്കത് പറയാൻ അറിയാത്തത് കൊണ്ടാണ് അവൾ പറഞ്ഞത് എനിക്ക് ത്രില്ലടിച്ചിരിക്കണമെന്ന് പറയുന്നത്. കാര്യം എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. കൈ ഇടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ആധുനിക മനുഷ്യൻ, പുതിയ കാലത്തെ മനുഷ്യൻ്റെ പുതിയ കാലത്തെ ഡിമാൻഡ്സ്, ആവശ്യങ്ങൾ, അതിനോട് കൂടെ അപ്ഡേറ്റ് ചെയ്താണ് ഉടമ്പടി വരുന്നത്. ശരിക്കും ഇപ്പോൾ ചേച്ചി ഗ്രീനി ബ്ലസൻറ്റിൻ്റെ സാക്ഷി നമ്മൾ കേട്ടില്ലേ? അവിടെ ഗൂഗിൾ തിരിഞ്ഞു പോയെന്ന് പറഞ്ഞില്ലേ? ഗൂഗിൾ തിരിഞ്ഞു പോയി ഒരു ആലപ്പുഴ വഴി കൊണ്ടുപോയെന്ന്. അതെന്താ അവരുടെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒന്ന് ഇൻ്റർവ്യൂവിന് പോവുകയാണ്, വിസ ഇൻ്റർവ്യൂവിന് പോവുകയാണ്. അവിടെ ഏജിൻ്റെ പ്രോബ്ലം ഉണ്ട്, അത് റിജക്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. തന്നെയല്ല COS എന്ന് പറഞ്ഞ പേപ്പർ വേണം, പോകുന്നവർക്കറിയാം. അവർ ജോലിക്ക് പോകണമെങ്കിൽ COS പേപ്പർ വേണം. എന്താണ്? എഗ്രിമെൻ്റാണ്. അവിടെ നമുക്ക് വിസ തരണ മുമ്പ് COS പേപ്പർ നമ്മുടെ എഗ്രിമെൻറ്റ് തരും. ഈ COS പേപ്പർ കിട്ടാൻ വേണ്ടി മിക്കവാറും എടുക്കുന്നത് 5 മാസം എടുക്കും സാധാരണ. ചിലക്ക് 2 കൊല്ലം കഴിഞ്ഞാലും കിട്ടത്തില്ല. ഇവർക്ക് ഏജ് ഇപ്പോൾ 50, 10, 52 വയസ്സുള്ള ആളിനെ ഈ ഗൂഗിൾ മാപ്പിലൂടെ മാതാവ് തിരിച്ച് ഇറക്കി മാതാവിൻ്റെ മുമ്പിൽ കൂടി കൊണ്ടുപോകണില്ലേ? ദൈവത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോകല്ലേ? ഇവിടെ COS പേപ്പറിൻ്റെ ടൈം എത്രയാണെന്ന് അറിയാവോ? 5 ദിവസം. കൈയടിച്ച് കർത്താവ്. പിന്നെ ഈ ദിവസത്തെ ഏറ്റവും നല്ല സാക്ഷ്യങ്ങളൊന്ന് ഡോക്ടർ ഗ്രേസിൻ്റെതാണ്. ഗ്രേസ് എന്ന ഡോക്ടർ റോസൻ ഗൈനക്കിൻ്റെ ഡോക്ടറാണ്, ഗൈനക്കോളജിയാണ്. അവിടെ സാക്ഷ്യം കണ്ടു കാണും അല്ലേ? എല്ലാവരും കണ്ടു കാണും അല്ലേ? ആ സാക്ഷ്യത്തിൻ്റെ രീതി ഇപ്പോൾ ആ സാക്ഷ്യത്തിൻ്റെ സഞ്ചാരം നോക്കണം. ഇവർ ഗൈനക് ഡോക്ടറാണ്, പക്ഷേ ഇവർക്ക് കുട്ടികളുണ്ടാകത്തില്ലേ? അതൊന്നും ചിന്തിച്ച്, കുട്ടികളുടെ ഡോക്ടറല്ലേ ഗൈനക് എന്ന് പറയണത്, പക്ഷെ അവർക്ക് കുട്ടികളുണ്ടാകത്തില്ല. അതിൻ്റെ കാരണം അവർക്ക് ഗ്രേസ് ഡിസീസാണ്. ഒരു കുട്ടി ഉണ്ടായി അബോർട്ടായിപ്പോയി, ഒരു കുട്ടി ഉണ്ടായി അബോർട്ടായിപ്പോയി. ഗ്രേസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ തൈറോയിഡിസമാണ്. തൈറോയിഡ് തന്നെ ഏറ്റവും കൂടിയതാണ്. അപ്പോൾ അവരും ഗൈനക്കിൻ്റെ ഡോക്ടറായത് കാരണം അവർക്കറിയാം കുട്ടി ഉണ്ടാവത്തില്ലെന്നറിയാം. ഈ ഒരു ഡൈക്കോട്ടമി കണ്ടാവും. സയൻറ്റിഫിക്കലി ഷീ നോസ്. അവർക്കത് ബെയർ ചെയ്യാൻ, കുട്ടിയെ ബെയർ ചെയ്യാൻ പറ്റത്തില്ലെന്നും അവർക്ക് ഹൈപ്പർ തൈറോയിഡിസമാണെന്നും അവർക്കറിയാം. കൂടാതെ അവർ നമ്മുടെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആലപ്പുഴ കേരളത്തിലുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ചെന്നപ്പോൾ ഈ വിഷയം പറഞ്ഞപ്പോൾ നിങ്ങളൊരു ഡോക്ടറല്ലേ, ഡോക്ടറിന് അറിയാമല്ലോ കുട്ടിക്ക് കൈയും കാലും ഉണ്ടാകത്തില്ലെന്നും. അതായത് ഹൈപ്പർ തൈറോയിഡ് അമ്മയ്ക്കുണ്ടെങ്കിൽ അവർ പ്രഗ്നൻ്റായ കുട്ടിക്ക് കൈയും കാലും ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങളുണ്ടാകത്തില്ലെന്ന് പറയും. അപ്പോൾ ഇവർ സാക്ഷ്യം പറയുന്നൊരു വാക്കുണ്ട്. എന്താ പറയണത് വെച്ചാൽ അവർ പറയണത് ഈ ലോകത്ത് എത്ര ജ്ഞാനമുണ്ടായാലും, അവർ പറയുന്നുണ്ടത് ഈ ലോകത്ത് എത്ര ജ്ഞാനമുണ്ടായാലും, ഞങ്ങൾ കുടുംബത്തോടെ ഡോക്ടർമാരാണ്. ഞാൻ ഡോക്ടർ, എൻ്റെ ഭർത്താവ് ഡോക്ടർ, അപ്പൻ ഡോക്ടർ, അമ്മ ഡോക്ടർ, ഞങ്ങൾ കുടുംബത്തോടെ ഡോക്ടർമാരാണ്. പക്ഷേ എങ്കിലും അവർ പറയണത്, അവരുടെ ആ വാക്ക്, ആ ഗൈനക്കിൻ്റെ വാക്ക് എന്താണ്? ഇവിടെ സാക്ഷ്യം പറയണത്, ഇവിടെ നിന്ന് പറഞ്ഞത് എന്താണ്? ഈ ലോകത്ത് എത്ര, നിങ്ങൾ കേൾക്കണം അത്, അവർ പറഞ്ഞത് ഈ ലോകത്ത് എന്തുമാത്രം ജ്ഞാനം ഉണ്ടെങ്കിലും ഏറ്റവും വലിയ ജ്ഞാനമെന്ന് പറയുന്നത് ലോകം കൊണ്ട് നടക്കുന്നത് ഈശോയും അമ്മയുമാണെന്ന്. കൈ ഇടിച്ച് കർത്താൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത്രയും ഇതിൻ്റെ എല്ലാ ചാലഞ്ചും ഒരു ഡോക്ടർ എന്ന നിലയിൽ, ഗൈനക് ഡോക്ടർ എന്ന നിലയിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയാം. അവർക്ക് കിട്ടി ജന്മത്തിൽ കുട്ടി ഉണ്ടാകാൻ പോണില്ല, ഉണ്ടെങ്കിൽ തന്നെ കൈയും കാലും ഉണ്ടാകാൻ പോണില്ല. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് അവർ പറയും അമ്മ ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്തിട്ട് ഇവർ വിശ്വസിക്കും എന്താണ്? ഈ ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ അപ്പുറത്ത്, ഈ ഗ്രേസ് ഡിസീസിൻ്റെ അപ്പുറത്ത്, ഈ സയൻസിൻ്റെ അപ്പുറത്ത് എൻ്റെ അമ്മ എനിക്ക് കുഞ്ഞിനെ തരുമെന്ന് കൈ അടിച്ച് കർത്താവ്.